രേഷ്മയുടെ കുഞ്ഞാലി മരക്കാരന്റെ വിശേഷം നമ്മൾ ചോദിച്ചില്ല. ആ സിനിമയിൽ പാട്ട് പാടി 5 ഭാഷകളിൽ ആ പാട്ടുകൾ പാടാനുള്ള ഭാഗ്യം കിട്ടി. എങ്ങനെ ഉണ്ടായിരുന്നു? ഇതിന്റെ പിന്നിലും കുറെ രസകരമായ സംഭവങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ റോണി ചേട്ടനാണ് എൻ്റെ മ്യൂസിക് ഡയറക്ടർ. ചേട്ടൻ ട്രിവാൻഡ്രത്ത് തന്നെയാണ്, എൻ്റെ വീടിന്റെ കുറച്ച് അടുത്ത് തന്നെയാണ്. അപ്പോൾ ഈ എന്തെങ്കിലും ഈ കമ്പോസിങ് സമയത്ത് എന്തെങ്കിലുമൊക്കെ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പുള്ളി എന്നെ വിളിക്കും, ഉടനെ വിളിച്ചിട്ട് ഇങ്ങനെ പാടിക്കും. അപ്പോൾ പ്രിയൻ സാറിന്റെ തന്നെ മരക്കാരന്റെ ഈ ഒരു സോങ്ങിന്റെ കമ്പോസിങ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൽ തന്നെ നമ്മുടെ വിനീതേട്ടനും ശ്വേത ചേച്ചിയും പാടിയ ഒരു പാട്ടുണ്ട്, കണ്ണിലെന്റെ കണ്ണെറിഞ്ഞു കാണണം. അപ്പോൾ അതിന്റെ ലിറിക്സ് റഫ് എല്ലാം എഴുതിയിട്ട് ജസ്റ്റ് ആ ലിറിക്സ് ട്യൂണിൽ വരുമ്പോൾ എങ്ങനെ ഇരിക്കുന്നു നോക്കാൻ വേണ്ടിയിട്ട് അതിന്റെ ട്രാക്ക് പാടിയത് ഞാനാണ്, ശ്വേത ചേച്ചിയുടെ പോർഷൻ. അപ്പം അങ്ങനെ പാടിയിട്ട് ഏറ്റവും അവസാനമാണ് ഇങ്ങനെ നീയേൻ തായ എന്ന് പറഞ്ഞൊരു പാട്ടിൻ്റെ ഒരു സീക്വൻസ് ഉണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് പുള്ളി കമ്പോസ് ചെയ്തിട്ട് ചെന്നൈയിൽ നിന്ന് കമ്പോസ് ചെയ്തിട്ട് വന്നു. എന്നിട്ട് അത് ജസ്റ്റ് ഒന്ന് ട്രാക്ക് നമുക്കൊന്ന് പാടി അയച്ച് നോക്കാം, എന്ത് പറയുന്നു നോക്കാമെന്ന് പറഞ്ഞിട്ട്. അത് വേറെ സിംഗേഴ്സ് ഒന്നും പ്രിയൻ സാർ സജസ്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ റോണി ചേട്ടൻ പറഞ്ഞു, നീ എന്നെ ഒന്ന് പാട്, നമുക്കൊന്ന് ഇത് ആക്ച്വലി ആദ്യം സോളോ ആയിരുന്നു, എല്ലാ ഫുൾ പോർഷൻസും ഞാൻ തന്നെയാണ് പാടിയത്. എന്നിട്ട് അത് പ്രിയൻ സാറിന് അയച്ചു കൊടുത്തു. പ്രിയൻ സാർ കേട്ടു, സിംഗർ ഇത് തന്നെ മതിയെന്ന് ഫൈനലൈസ് ചെയ്തു. പിന്നെ കൂടെ മലയാളത്തിൽ ഹരിശങ്കറും പിന്നെ ബാക്കി എല്ലാ ലാംഗ്വേജിലും ശ്രീകാന്ത് ആണ്. ബാക്കി എല്ലാ ലാംഗ്വേജിലും രേഷ്മ തന്നെ വേണമെന്ന് പ്രിയൻ സാർ. അതിലും വേറെ ട്വിസ്റ്റ് ഉണ്ട്, കാരണം ഇതിന്റെ അകത്ത് ഒരുപാട് സ്വരം പോർഷൻസ് ഉണ്ട്. അപ്പോൾ വേറെ സിംഗറിനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സ്വരം പോർഷൻസ് എല്ലാം കോറസ് പാടിയത് ഞാനാണ്, എന്റെയാണ് മെയിൻ വോയിസ് കിടക്കുന്നത്. അപ്പോൾ വേറൊരു സിംഗറിനെ വിളിച്ചു കഴിഞ്ഞാൽ അത് ഫുൾ മാറ്റി പാടേണ്ടി വരും. അത് വേറൊരു കാര്യം. മൊത്തത്തിൽ ഭാഗ്യം നിറഞ്ഞു നിൽക്കുകയാണ് രേഷ്മയ്ക്ക്. ഇനി നിങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പെട്ടെന്നൊരു റാപ്പിഡ് ഫയർ ക്വസ്റ്റ്യൻ സെക്ഷൻ. നിങ്ങളുടെ മനസ്സിലുള്ള സത്യസന്ധമായിട്ടുള്ള ആൻസർ വേണം നിങ്ങൾ പറയാൻ. ഓക്കെ, ആദ്യം നമുക്ക് രേഷ്മയിൽ തന്നെ തുടങ്ങാം. പാവം വേണ്ട. മറ്റുള്ളവർ നിങ്ങളിൽ ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം? ഞാൻ ഭയങ്കര സ്ട്രേറ്റ് ഫോർവേഡ് ആണ്, ലൈക്ക് ഉള്ളതുപോലെ പറയുന്ന. ആൻഡ് ഈ മറ്റേ ഡ്രാമ കളിക്കൽ അങ്ങനത്തെ പരിപാടികളൊന്നും ഒരു റിയാലിറ്റി ഷോയിൽ പോയിട്ട് എനിക്ക് പണി കിട്ടിയതാണ്. കാരണം ഇനി പുരുഷന്മാരിൽ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കുന്ന കാര്യം? ക്ലീൻ ഹാൻഡ്സ്, ഐസ്. ഓക്കെ. ഇനി സ്വയം മാറ്റണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം? കുറച്ചുകൂടെ ഇരുന്ന് പ്രാക്ടീസ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. പ്രാക്ടീസ് കുറച്ചുകൂടെ നന്നാക്കാനുണ്ട്. ഇനി നിങ്ങളൊരു ജേർണലിസ്റ്റ് ആണെങ്കിൽ താഴെ പറയുന്ന സെലിബ്രിറ്റീസിനോട് നിങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ചോദ്യങ്ങൾ എന്തായിരിക്കും? ഓക്കെ, ഫസ്റ്റ് പൃഥ്വിരാജ്. മൾട്ടിപ്പിൾ റോൾസ്, ഹൗ ഈസ് ഹി ഹാൻഡ്ലിംഗ്? ലൈക്ക് ഫാമിലി ലൈഫും ഉണ്ട്, വർക്ക് ലൈഫും ഉണ്ട്, ആക്ടറാണ്, പ്രൊഡ്യൂസറാണ്, ഡയറക്ടറാണ്. ഹൗ ഈസ് ഹി ഹാൻഡ്ലിംഗ്? ഓക്കെ. DQ, ദുൽഖർ സൽമാൻ. How is he so stylish and glamorous like all the time? വെറുതെ ഒരു എയർപോർട്ടിൽ നടന്നു പോയാൽ തന്നെ നമ്മുടെയൊക്കെ മറ്റേ എയർപോർട്ട് ലുക്സ് ഒക്കെ ഇങ്ങനെ പുള്ളി. ഓക്കെ. ഇനി മഞ്ജു വാര്യർ. എങ്ങനെയാണ് ഡാൻസിനോട് ഇത്രയും ഫോക്കസ്ഡ് ആയിട്ട് ഇത്രയും വർഷങ്ങളായിട്ട്, ഹൗ ഇസ് ഷീ സോ കൺസിസ്റ്റന്റ് ആൻഡ് ഡെഡിക്കേറ്റഡ് ടു ദാറ്റ് ആർട്ട് ഫോം? ഓക്കെ. നയൻതാര. How is she ruling the South Indian industry, man? She's so good. അതെ, അതിനൊരു പ്രത്യേക സീക്രട്ട് ഉണ്ട്. പക്ഷെ എന്തോ ഒരു സീക്രട്ട് ഉണ്ട്, കുഴപ്പമില്ല. ഇനി നാളെ ലോകം അവസാനിക്കുന്നു എന്ന് കരുതുക, അവസാനമായി പാടാൻ ആഗ്രഹിക്കുന്ന ഒരു പാട്ട്? ഒരു പാട്ടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. ലോകം അവസാനിക്കുമ്പോ ഒരു പാട്ടെങ്കിലും പാടൂ. ഞാൻ എന്റെ പാട്ട് തന്നെ പാടും. തായെന്ന് പാടി അങ്ങനെ ഇരിക്കും. ഇനി പ്രസിഡന്റ് ഓഫ് ഇന്ത്യ? എനിക്ക് തോന്നുന്നു ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞോ? രാംനാഥ് കോവിന്ദ്. I thought that name. പിന്നെ അല്ലല്ല, I thought that name. ഇനി പറഞ്ഞിട്ട് വേറെ ആരെങ്കിലും ആയി പോയാൽ. ശരി, ഇനി അനുപേട്ടോട് ചോദ്യമാണ്. സ്വന്തം പേര് ചേഞ്ച് ചെയ്യാൻ ഒരു അവസരം കിട്ടിയാൽ എന്ത് പേര് ചൂസ് ചെയ്യും? SP ബാലസുബ്രഹ്മണ്യം. അടിപൊളി. ഇനി സ്നേഹം തോന്നുമ്പോൾ ഭാര്യയെ വിളിക്കുന്ന പേര്? വിജി തന്നെയാണ്. വിജി മോളെ. യെസ് ഓർ നോ? ഓക്കെ. മറ്റുള്ളവർ നിങ്ങളെ കുറിച്ച് കുറ്റം പറയുന്നത് കേട്ടിട്ടുണ്ടോ? ഒരുപാട്. യെസ്. പഠിപ്പിച്ച ടീച്ചറിനോട് ഒരു ക്രഷ് തോന്നിയിട്ടുണ്ടോ? ഇല്ല, ബിക്കോസ് ആരും വന്നിട്ടില്ല. വരാത്തോണ്ടാണ്. ട്രാഫിക് റൂൾസ് തെറ്റിച്ചിട്ടുണ്ടോ? വണ്ടി ഓടിക്കാറില്ല, അതുകൊണ്ട് ഞങ്ങൾ തെറ്റിക്കാറില്ല. ഇനി ലൈഫ് പാർട്ട്ണറിന്റെ ഫോൺ അവരുടെ പെർമിഷൻ ഇല്ലാതെ ചെക്ക് ചെയ്തിട്ടുണ്ടോ? ഇല്ല. മോസ്റ്റ് അട്രാക്റ്റീവ് പേഴ്സൺ ഇൻ യുവർ ലൈഫ് എന്ന് തോന്നിയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? എന്റെ അട്രാക്റ്റീവ് പേഴ്സണിൽ ഐ ഗോ ബൈ ദിയർ പേഴ്സണാലിറ്റി ആൻഡ് ടാലന്റ്. അങ്ങനെ എനിക്ക് ഏറ്റവും കൂടുതൽ ക്രഷ് തോന്നിയിട്ടുള്ളതും ഏറ്റവും റെസ്പെക്ട് തോന്നിയിട്ടുള്ളതും എല്ലാം വിദ്യാബാലൻ. ഇനി നിങ്ങളുടെ ഓട്ടോബയോഗ്രഫി ഉണ്ടാവുകയാണെങ്കിൽ അതിന് എന്ത് പേരായിരിക്കും കൊടുക്കുക? മക്കളെ നല്ലത് മാത്രം എടുത്തു കളഞ്ഞു. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ കലാപരിപാടികളെല്ലാം അവസാനിച്ചിരിക്കുകയാണ്.
താങ്ക് യു സോ മച്ച്. അങ്ങനെ നിങ്ങൾ സമാധാനമായിട്ട് പോകുന്നതിന് മുമ്പ് ഞാൻ ഒരു സമ്മാനം കൂടി നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി തരാം.